ഒന്ന് മുറിച്ചാലോ? അളിയാ മുറിച്ച് തുടങ്ങുവാണ്. മുറിയളിയാ. നമുക്ക് ഈ സാധനം ഷെല്ല് ഒന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്കത് കിട്ടണം കേട്ടാ. ഒരു രക്ഷയില്ല. അതിനകത്തോട്ട് പതുക്കെ കളക്കിയത്. പാത്രം നിറഞ്ഞു കേട്ടാ. പാത്രം അന്നേരം വേറെ പാത്രം എടുത്താലേ നമുക്കിത് പൊരിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇല്ലടിയാ. എടുത്ത് പൊരിച്ചാലോ? പിള്ളേർക്ക് ഇനിയും വേണോ? എങ്ങനെയുണ്ട് മോനെ? അടിപൊളിയാ. എടുത്ത് പൊരിച്ചാലോ? പിള്ളേർക്ക് ഇനിയും വേണോ? എങ്ങനെയുണ്ട് മോനെ? അടിപൊളിയാണോ? സൂപ്പർ അല്ലേ? നമുക്കതിന് അതിനകത്തോട്ട് അടുത്തേ പൊരിച്ചാലോ? അടിപൊളി. അപ്പൊ പൊരിച്ചത് അതിന് മുമ്പേ പ്ലേറ്റ് ആയിട്ടിരിക്കുക. കൊച്ചു കള്ള മൊത്തം ഒഴിച്ച ഇനി ഇരിപ്പുണ്ടല്ലേ? ഇനി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി അവിടെ ആ പോർഷനിൽ ഇനി ഇരിപ്പുണ്ട്. അടുത്ത് നമ്മൾ പൊരിക്കുവാണേ. അറിയത്തില്ല. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ? പഠിച്ചിട്ടൊന്നും വന്ന് ചെയ്യുന്നതല്ലല്ലോ. സാധനം കഴിക്കിട്ട് നമ്മള് ചെയ്യുന്നു. അന്നേരം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പാളും. നമ്മൾ രണ്ടാമതായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഒട്ടകപക്ഷിയുടെ മുട്ട കഴിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഉള്ളി ഒന്ന് കൂടി പോയി. ഇനി അടുത്ത പൊരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് താണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇതാ നമ്മൾ താണ്ട് ഈ ഒരു പോർഷൻ എടുത്ത് കണ്ടേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി സാധനം. അടുത്ത് പൊരിക്കട്ടെ? കഴിക്കാൻ ഇഷ്ടമാണ്. റെഡിയാന്നാ? ഓക്കെ, അടുത്ത് പൊരിക്കാം. ബാക്കി അടുത്ത് പൊരിക്കാം. സൂപ്പർ അല്ലേ? നമുക്കത് അതിനകത്തോട്ട് അടുത്ത പൊരിച്ചാലോ? അടിപൊളി. അടുത്ത പൊരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് താണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇതാ നമ്മൾ താണ്ട് ഈ ഒരു പോർഷൻ എടുത്ത് കണ്ടേ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി സാധനം. നല്ല അടിപൊളി ഫ്രഷ് ഞണ്ട് താണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്നത് എന്താ പറയാ? താണ്ട് ഒട്ടകപക്ഷിയുടെ മുട്ട, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട. അതേപോലെ തന്നെ താണ്ട് ഇവിടെ എമുവിന്റെ മുട്ട താണ്ട്. ഇത് പിന്നെ മേലത്തെടുത്ത് ഇപ്പൊ മറിക്കുവോ? അടിപൊളി. ഇപ്പൊ നമ്മള് കളി പഠിച്ച് അല്ലേ? ഇപ്പൊ നമ്മള് കളി പഠിച്ചു. നല്ല രസമുണ്ട്. ഒന്ന് ഇറങ്ങട്ടെ. അടിപൊളി. ഒന്നും പറയാ കൊള്ളാം. ഞാൻ ചെയ്തോണ്ടല്ല എന്നാലും കൊള്ളാം. അടിപൊളി. ആദ്യമായിട്ട് ഒട്ടകപക്ഷിയുടെ മുട്ട. ചൂട് ഒരു മിനിറ്റ്. കൊള്ളാം. ബൈ വാ. അടിപൊളിയല്ലേ? കഴിക്കുക. ആരും നോക്കിയിരിക്കുക. വേവുന്നത് കാത്തല്ലേ? കാത്തിരിക്കുക. എല്ലാരും കാത്തിരിക്കുന്ന കേട്ടാ. നല്ല വെന്ത് തുടങ്ങുന്നു. സെറ്റായി വരുന്നുണ്ട് കേട്ടാ. നല്ല മണം കേട്ടാ. ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് താണ്ട് ടിപ്പുവിന് അണ്ണാ ടിപ്പുവിന് കൂടെ കൊടുക്കാല്ല. വേടാ ടിപ്പു കഴിച്ചു. അവനും കഴിക്കട്ടെ അല്ലേ? അവനും അതിന്റെ രുചി അറിയണം. അല്ല, നമ്മളെ കൂടെ തുടങ്ങിയ സമയം മുതൽ വന്ന് നിന്ന് ഇതെല്ലാം കൊതി പിടിച്ച് നിൽക്കുന്നവനാ കേട്ടാ. അവനും കൂടെ കഴിക്കട്ടെ. ഓക്കെ, മുട്ട പൊരിക്കാൻ നമുക്ക് പൊരിച്ചാലാ? ഒഴിച്ചു. മതി കുറച്ച്. അത് നമ്മൾ തന്നെ ഒട്ടകപക്ഷിയുടെ മുട്ട, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഒട്ടകപക്ഷിയുടെ മുട്ട. നമ്മൾക്കത് പാചകം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏതാണ്ട് കടലിന്റെ തീരത്തിരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് അല്ലേ അളിയാ പൊളിക്കാം. അടിപൊളിയല്ലേ അളിയാ? പിന്നെ അല്ലാതെ പൊളിക്കല്ലേ നമ്മള്. വാ. അതുകൊണ്ട് പതുക്കെ നമ്മൾ സേഫ് ആയിട്ട് പതുക്കെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. നടക്കില്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കത് പതുക്കെ താണ്ടെ മാർക്ക് ചെയ്ത് 4 വശം മാർക്ക് ചെയ്ത് മുറിച്ച് പോവാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. ഓക്കെ.
എടുക്കാം. ഓക്കെ, അതാണ്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണേ. നല്ല അടിപൊളി വെറൈറ്റി വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. അതാണ്ട് നമ്മൾ സലാഡിനുള്ള സാധനങ്ങളല്ല, ഇത് ഒട്ടകപ്പക്ഷി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. പതുക്കെ കറക്കി മുറിക്കാനല്ലേ ഇല്ലേ? പറ്റുന്നുണ്ടല്ലോ. പറ്റുന്നുണ്ട്. ഭയങ്കര കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയാണ് താനല്ല അളിയാ, പറഞ്ഞില്ലേ ലോകത്തെ ഏറ്റവും വലിയ മുട്ടയാണത് ഇല്ലേ? സെല്ലല്ലേ നടക്കത്തുള്ളൂ ഇത്. പതുക്കെ മുറിക്കാം. ചെറിയ കാര്യമൊന്നുമല്ല, ബെടാ പരിപാടിയല്ലേ. പിന്നെ അടിപൊളിയാണേ. ഇതുവരെ അതിന്റെ കട്ടി പോയിട്ടില്ലല്ലേ? നല്ല കട്ടി. സ്ട്രോങ് മുട്ട കേട്ടാ, സ്ട്രോങ് മുട്ട. നല്ല ഇതായിട്ടുണ്ടല്ലേ, കട്ടായി വരുന്ന ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഏകദേശമൊക്കെ മുറിച്ചാറായിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് മുറിക്കും. അതിനകത്താണ്ട് നമ്മളെ മുട്ട ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതാണ്ട് ഒരു പറയുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇല്ലേ? പൊട്ടി. നല്ല കട്ടിയല്ലായിരുന്നു അളിയാ? നല്ല കട്ടിയാളിയാ, നല്ല കട്ടിയായിരുന്നു. അന്നേരം എന്തായാലും നമ്മളത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളതാണ്ട് കട്ട് ചെയ്ത് തുറന്ന് സേഫായിട്ട് നമുക്ക് ആ ഷെല്ല്, അതായത് മുട്ട ആവശ്യമുണ്ട്, അന്നേരം മുട്ടത്തോട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് താണ്ടെ പതുക്കെ അതിനകത്തോട്ട് തട്ട. എത്രത്തോളം വരും? ഫുള്ള് നിറഞ്ഞിരിക്കുക കേട്ടോ, ഫുള്ള് നിറഞ്ഞിരിക്കുവാണ്. ആഹാ, ഒരു രക്ഷയില്ല. ആഹാ, അതിനകത്തോട്ട് പതുക്കെ ഞാൻ കളക്കിയത്. പാത്രം നിറഞ്ഞു കേട്ടാ, പാത്രം. അന്നേരം വേറെ പാത്രം എടുത്താലേ നമുക്കിത് പൊരിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായില്ലടിയാ? തീർച്ചയായിട്ടും വേറൊരു പാത്രം എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് പൊരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ ഷംനാഥേ? പിന്നെ നമുക്ക് സേഫായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്കിത് പാതിയാക്കാം. ഓക്കെ, ഇതിനകത്തൊന്നും കളിയാ, 2 മുട്ട ഉണ്ടോ? 2 മുട്ട കരു കൊണ്ടോ? സയാമീസ് കണ്ടായിരുന്നു, 2 കരുവായിരുന്നേ, ഒന്നിൽ തന്നെ. ഇച്ചിരി അതിനകത്തോട്ട് വൈറ്റ്. നിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇത് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ മനസ്സിലായ ഇത് എത്ര എടുത്തതിന്റെ കാര്യം എന്താന്ന്? ചുമ്മാ ഒന്നും എടുത്തല്ല, കുറച്ച് കൂടുതലുണ്ടാവും. എന്നിട്ട് അത് നമുക്ക് 2 വെട്ടമായിട്ട് പൊരിക്കാനായിട്ടുള്ള ടേസ്റ്റ് പോണ്ട. അങ്ങനെ മിക്സ് ചെയ്തോ. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നത് ചെയ്തേ. ഇച്ചിരി ഉപ്പ് കൂടെ മസാല ഐറ്റങ്ങളൊക്കെ കൊടുക്കാം. താണ്ടെ ഉപ്പ് ആവശ്യത്തിന് മാത്രം തട്ടളിയാ. കുറച്ചിട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് മാത്രം കൊണ്ട് തട്ടി. ഇച്ചിരി കിട്ടും. മതി. ഇനി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇവിടത്തേക്കുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 10 അല്ലേ, 10 മുട്ടയുടെ പരിപാടിയാ. 10 അല്ലടാ, 10 മുട്ടയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. 10 മുട്ട, 2 കരു ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോൾ കേട്ടോ, കിട്ടിയതിന്റെ ആയിരിക്കും. അതുകൊണ്ട് ലക്കാണ്. ഇനി ഇതേ ഭയങ്കര കാറ്റായതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം ഒന്ന് മറിച്ച് പൊരിക്കാൻ വേണ്ടി പോകുന്നത് അളിയാ. ഈ ഭാഗം ഒന്ന് മറിച്ചിട്ട് നമുക്ക് പൊരിച്ചാൽ പോരെ? കാറ്റ് ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അന്നേരം താണ്ടെ ഇതേപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് അത് പിരിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കാറ്റുകൾ ഇവിടെ മുകളിലോട്ടാക്കാം കേട്ടോ, മുകളിലോട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. എന്നാൽ നമുക്ക് മേളിലോട്ട് നിന്ന് നമുക്കിത് പാചകം ചെയ്യാം. വീടാ, ഇത്ര ഉള്ളി വേണോ? ഉള്ളി കൂടി, തക്കാളി കൂടി. ഇതും ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഇത്ര ഉള്ളിയൊക്കെ വേണോ? അത് പിന്നെ നീ എന്തോ പരിപാടി? പൊരിക്കാം. പൊരിക്കാം. ചെറിയതിനകത്ത് കുറേശ്ശായിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ, അല്ലെങ്കിലേ അതേ നടക്കും. മതി. എണ്ണയൊക്കെ കുറച്ച് അതിന്റെ രുചി നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നമുക്ക് പൊരിക്കാം. ഓക്കെ, പരിപാടി മുട്ട പൊരിക്കാൻ നമുക്ക് പൊരിച്ചാലാ. ഒഴിച്ചു. മതി കുറച്ച്. ഇനി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അന്നേരം താണ്ടെ ഒരു പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. അന്നേരം കുറച്ച് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് പൊരിക്കാം. ഓക്കെ,
ആരും നോക്കിയിരിക്കുക, വേവുന്നത് കാത്തല്ലേ, വേവുന്ന കാത്തിരിക്കുക. എല്ലാരും കാത്തിരിക്കുന്ന കേട്ടാ. നല്ല വെന്ത് തുടങ്ങുന്നു, സെറ്റായി വരുന്നുണ്ട് കേട്ടാ. നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ ഇത് ഈ ഒരു ഇതിനകത്തൊന്നും വലുതായിട്ട് വലിയ കല്ലിനകത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത തവണ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ കല്ലിനകത്ത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടാ. ആ വരുവും മോനെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. മറ്റേ സ്പൂൺ മറിക്കുവോ? കുഴപ്പമില്ല, അടിപൊളി. ഇപ്പൊ നമ്മള് കളി പഠിച്ച് അല്ലേ? ഇപ്പൊ നമ്മള് കളി പഠിച്ചു. കുമ്പാരി പണി പഠിച്ചിരിക്കുന്നു. അതിനാൽ നമുക്ക് ആ പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് തിരിക്കാം. ഇത് ഓഫ് ചെയ്തോ. ഇപ്പൊ നമുക്ക് കുറെ കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്, ചില്ലപ്പനായിട്ടുണ്ട്. അങ്ങനെ വില്ലീസിന്റെ മേളി വെച്ച് നമുക്കത് കഴിക്കാം. ഓക്കെ, അറ്റാക്ക്. നല്ല കഴിയണ. വാ 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 ബൈ വാ. അടിപൊളിയല്ലേ? ആ കഴിക്ക്. അപ്പം അടിക്കാൻ പോവാ. അതായത് മുട്ട പക്ഷിയുടെ മുട്ട വൺ സൈഡ് അടിക്കാൻ വേണ്ടി പോന്ന കേട്ടോ. അതിനെ വൺ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒന്നിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല, ഒന്നിച്ചെടുക്കാൻ പറ്റത്തില്ല. രണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മടക്കിയോ. അയ്യോ, ഒരെണ്ണം വൺ സൈഡ് ആയിട്ട് ഒരെണ്ണം വൺ സൈഡ് അല്ലാതെ കഴിക്കാം അല്ലേ? നന്നായിട്ട് പൊരിഞ്ഞ് സെറ്റാക്കി കഴിക്കാം. ഒരെണ്ണം നമുക്ക് വൺ സൈഡ് ആയിട്ട് അടിക്കാം. അത് വൺ സൈഡ് അടിച്ചിട്ട് തരണം. പൊങ്ങട്ടെ പോരട്ടെ. നമുക്ക് വലിയ പരിജ്ഞാനം അല്ലേ? മുട്ട പൊരിക്കാൻ അറിയത്തില്ലെന്ന് ചോദിക്കുമോ നാട്ടുകാർ? ദൈവമേ, അല്ല എങ്ങനെയാ? അടിപൊളി, സൂപ്പർ സാധനമാ. ഞാൻ അടുത്തൊരാൾക്ക് കൊടുത്താലാ? അണ്ണാ എടുത്ത് കഴിച്ചു നോക്കണ്ണ. അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തത് അണ്ണാ ഡബിൾ സൈഡ് സേഫ് ആയിട്ട് ഇറങ്ങി വരും കേട്ടാ. ഇനി അത് കഴിച്ചു നോക്കി. നല്ല രസമുണ്ടോ? കേട്ടില്ല? കൊള്ളാം. കഴിക്കാം. അടി പിള്ളേർക്ക് കൊടുക്കാം. എങ്ങനെയുണ്ടറിയാം? സൂപ്പർ, അടിപൊളിയാ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, വെറൈറ്റി നല്ല രസമുണ്ട്. ആരാ പറഞ്ഞ? രാഗി എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല രസമുണ്ട്. ഒന്ന് ഇറങ്ങട്ടെ. അടിപൊളി. പിള്ളേർക്കെല്ലാം കൊടുത്തേ മക്കളെ. നല്ല പീസ് ഉണ്ട്, കഴിയാൻ പറ്റേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങോട്ട് കൊള്ളാം. അടുത്ത് പൊരിക്കട്ടെ. കഴിക്കാൻ ഇഷ്ടമാണ്? റെഡിയാന്നാ? ഓക്കെ, അടുത്ത് പൊരിക്കാം. ബാക്കി പൊരിക്കാം. തീരുന്നില്ല. പൊരിച്ചാലോ? പിള്ളേർക്ക് ഇനിയും വേണോ? എങ്ങനെയുണ്ട് മോനെ? അടിപൊളിയാണോ? സൂപ്പർ അല്ലേ? നമുക്കതിന് അതിനകത്തോട്ട് അടുത്ത പൊരിച്ചാലോ? അടിപൊളി. അപ്പൊ പൊരിച്ചത് അതിന് മുമ്പേ പ്ലേറ്റ് ആയിട്ടിരിക്കുക. കൊച്ചു കള്ള മൊത്തം ഒഴിച്ച ഇനി ഇരിപ്പുണ്ടല്ലേ? ഇനി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതോ അവിടെ ആ പോർഷനിൽ ഇനി ഇരിപ്പുണ്ട്. അടുത്ത് നമ്മൾ പൊരിക്കുവാണേ. അറിയത്തില്ല, ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ടുണ്ട് ലൈറ്റ് ആയിട്ട്, അടിപൊളിയായിട്ട്. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ, പഠിച്ചിട്ടൊന്നും വന്ന് ചെയ്യുന്നതല്ലല്ലോ. സാധനം കൈ കെട്ടി നമ്മള് ചെയ്യുന്നു. അന്നേരം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പാളും.
നമ്മൾ രണ്ടാമതായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഒട്ടകപക്ഷിയുടെ മുട്ട കഴിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഉള്ളി കൂടി ഉള്ളി ഒന്ന് കൂടി പോയി. നമുക്ക് താണ്ട് ടിപ്പുവിന് അണ്ണാ ടിപ്പുവിനും കൂടെ കൊടുക്കാമല്ലോ. വേണടാ വേടാ ടിപ്പു കഴിച്ചു. അവനും കഴിക്കട്ടെ അല്ലേ? അവനും അതിന്റെ രുചി അറിയണോ? അല്ല, നമ്മളെ കൂടെ തുടങ്ങിയ സമയം മുതൽ വന്ന് നിന്ന് ഇതെല്ലാം കൊതി പിടിച്ച് നിൽക്കുന്നവനാ കേട്ടാ. അവനും കൂടെ കഴിക്കട്ടെ. ഓക്കെ, വീടാ ഇത്ര ഉള്ളി വേണോ? ഉള്ളി കൂടി തക്കാളി കൂടി. ഇതും ഒട്ടപക്ഷിയുടെ മുട്ട. ഇത്ര ഉള്ളിയൊക്കെ വേണോ? അത് പിന്നെ അത് കാണിക്കില്ല. അത് കാണിക്കാതെ പൊട്ടിക്കും. നീ എന്താ എന്തോളിയാ പരിപാടി? പൊരിക്കാം. പൊരിക്കാം. ചെറിയതിനകത്ത് കുറേശ്ശായിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ. അല്ലെങ്കിലേ അതേ നടക്കും. മതി. എണ്ണയൊക്കെ കുറച്ച് അതിന്റെ രുചി നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നമുക്ക് പൊരിക്കാം. ഓക്കെ, പരിപാടി മുട്ട പൊരിക്കാൻ നമുക്ക് പൊരിച്ചാലാ. ഒഴിച്ചു. മതി കുറച്ച്. കുറച്ച് ഇനി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അന്നേരം താണ്ടെ ഒരു പീസ് ഒരു പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. അന്നേരം കുറച്ച് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് പൊരിക്കാം. ഓക്കെ, അടിക്കാൻ പോവാ. അതായത് ഒട്ടകപക്ഷിയുടെ മുട്ട വൺ സൈഡ് അടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. അതിനെ വൺ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒന്നിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ഒന്നിച്ചെടുക്കാൻ പറ്റത്തില്ല. രണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മടക്കി. അയ്യോ, ഒരെണ്ണം വൺ സൈഡ് ആയിട്ട് ഒരെണ്ണം വൺ സൈഡ് അല്ലാതെ കഴിക്കാം അല്ലേ? നന്നായിട്ട് പൊരിഞ്ഞ് സെറ്റാക്കി കഴിക്കാം. ഒരെണ്ണം നമുക്ക് വൺ സൈഡ് ആയിട്ട് അടിക്കാം. അത് വൺ സൈഡ് അടിച്ചിട്ട് തരണം. പൊങ്ങട്ടെ. പോരട്ടെ. നമുക്ക് വലിയ പരിജ്ഞാനം അല്ലേ? മുട്ട പൊരിക്കാൻ അറിയത്തില്ലെന്ന് ചോദിക്കുമോ നാട്ടുകാർ? ദൈവമേ. അല്ല, എങ്ങനെയുണ്ടോ? അടിപൊളി, സൂപ്പർ സാധനമാ. ഞാൻ അടുത്തൊരാൾക്ക് കൊടുത്താലാ. അണ്ണാ എടുത്ത് കഴിച്ചു നോക്കണ്ണ. അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തത് അണ്ണാ ഡബിൾ സൈഡ് സേഫ് ആയിട്ട് ഇറങ്ങി വരും കേട്ടാ. ഇനി അത് കഴിച്ചു നോക്കി. നല്ല രസമുണ്ടോ? അങ്ങനെയുണ്ട്. അടിപൊളി. ഒന്നും പറയല്ല, കൊള്ളാം. ഞാൻ ചെയ്തോണ്ടല്ല എന്നാലും കൊള്ളാം. അടിപൊളി. ആദ്യമായിട്ട് ഒട്ടകപക്ഷിയുടെ മുട്ട. ചൂട് ഒരു മിനിറ്റ്. കൊള്ളാം. കേട്ടില്ല? കൊള്ളാം. എന്തായാലും പീസ് കഴിക്കാം. അടി പിള്ളേർക്ക് കൊടുക്കാം. എങ്ങനെ? സൂപ്പർ. അടിപൊളിയാ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഞാൻ ചോദിക്കട്ടെ, വെറൈറ്റി നല്ല രസമുണ്ട്. ആരാ പറഞ്ഞ? രാഗി എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല രസമുണ്ട്. ഒന്ന് ഇറങ്ങട്ടെ. അടിപൊളി. പിള്ളേർക്കെല്ലാം കൊടുത്ത് മക്കളെ നല്ല പീസ് ഉണ്ട്. കഴിയാൻ പറ്റേ? അയാസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങോട്ട് കാണിച്ചു. ഒട്ടകപക്ഷിയുടെ മുട്ട ഏകദേശമൊക്കെ മുട്ടാറായിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് മുറിക്കും. അതിനെ താണ്ടെ നമ്മളെ
മുട്ട ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതാണ്ട് ഒരു പറയുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇല്ലേ? പൊട്ടി. നല്ല കട്ടിയല്ലായിരുന്നു അളിയാ? നല്ല കട്ടിയാളിയാ. നല്ല കട്ടിയായിരുന്നു. അന്നേരം എന്തായാലും നമ്മളത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളതാണ്ട് കട്ട് ചെയ്ത് തുറന്ന് സേഫായിട്ട് നമുക്ക് ആ ഷെല്ല്, അതായത് മുട്ട ആവശ്യമുണ്ട്, അന്നേരം മുട്ടത്തോട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് താണ്ടെ പതുക്കെ അതിനകത്തോട്ട് തട്ട എത്രത്തോളം വരും. ഫുള്ള് നിറഞ്ഞിരിക്കുക കേട്ടോ, ഫുള്ള് നിറഞ്ഞിരിക്കുവാണ്. ആഹാ ഒരു രക്ഷയില്ല. ആഹാ അതിനകത്തോട്ട് പതുക്കെ കളക്കിയത്. പാത്രം നിറഞ്ഞു കേട്ടാ, പാത്രം. അന്നേരം വേറെ പാത്രം എടുത്താലേ നമുക്കിത് പൊരിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇല്ലടിയാ? തീർച്ചയായിട്ടും വേറൊരു പാത്രം എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് പൊരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ ഷംനാഥേ? പിന്നെ നമുക്ക് സേഫായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്കിത് പാതിയാക്കാം. ഓക്കെ, ഇതിനകത്ത് തൊളിയാ 2 മുട്ട ഉണ്ടോ? 2 മുട്ട കരു ഉണ്ടോ? സയാമീസ് കണ്ടായിരുന്നു, 2 കരുവായിരുന്നേ, ഒന്നിൽ തന്നെ. ഇച്ചിരി അതിനകത്തോട്ട് നിൽക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇത് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മനസ്സിലായ ഇത് എത്ര എടുത്തതിൻ്റെ കാര്യം എന്താന്ന്? ചുമ്മാ ഒന്നും എടുത്തതല്ല, കുറച്ച് കൂടുതലുണ്ടാവും. അന്നേരം എന്താണ്ട് അത് നമുക്ക് 2 വെട്ടമായിട്ട് പൊരിക്കാനായിട്ടുള്ള ടേസ്റ്റ് പോണ്ട. അങ്ങനെ മിക്സ് ചെയ്തോ. അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നത് ചെയ്തേ. വാ ഇച്ചിരി ഉപ്പ് കൂടെ മസാല ഐറ്റങ്ങളൊക്കെ കൊടുക്കാം. താണ്ടെ ഉപ്പ് ആവശ്യത്തിന് മാത്രം തട്ടളിയാ. കുറച്ചിട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് മാത്രം കൊണ്ട് തട്ടി ഇച്ചിരി കിട്ടും. ഇനി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇവിടത്തേക്കുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 10 അല്ലേ, 10 മുട്ടയുടെ പരിപാടി അളിയാ? 10 അല്ലടാ, 10 മുട്ടയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. 10 മുട്ട, 2 കരു ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോൾ കേട്ടോ, കിട്ടിയതിന്റെ ആയിരിക്കും. അതുകൊണ്ടാ ലക്കാണ്. ഇനി ഇതേ ഭയങ്കര കാറ്റായതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗം ഒന്ന് മറച്ചിട്ട് പൊരിക്കാൻ വേണ്ടി പോകുന്നത് അളിയാ. ഈ ഭാഗം ഒന്ന് മറച്ചിട്ട് നമുക്ക് പൊരിച്ചാൽ പോരെ? കാറ്റ് ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അന്നേരം താണ്ടെ ഇതേപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് അത് പിരിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല കാറ്റുകൾ ഇവിടെ പെട്ടെന്ന് മുകളിലോട്ടാക്കാം കേട്ടോ, മുകളിലോട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമുക്ക് മേളിലോട്ട് നിന്ന് നമുക്കിത് പാചകം ചെയ്യാം. അതൊന്ന് മുറിച്ചാലാ അളിയാ? മുറിച്ച് തുടങ്ങുവാണ്. മുറിയാളിയാ. നമുക്ക് ഈ സാധനം ഷെല്ല് ഒന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്കത് കിട്ടണം കേട്ടോ. അതുകൊണ്ട് പതുക്കെ നമ്മൾ സേഫായിട്ട് പതുക്കെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. നടക്കില്ല ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കത് പതുക്കെ താണ്ടെ മാർക്ക് ചെയ്ത് 4 വശം മാർക്ക് ചെയ്ത് മുറിച്ച് പോകാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കാം. ഓക്കെ, താണ്ടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണേ. നല്ല അടിപൊളി വെറൈറ്റി വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. താണ്ടെ നമ്മൾ സലാഡിനുള്ള സാധനങ്ങളല്ല, ഇത് ഒട്ടകപ്പക്ഷി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. പതുക്കെ കറക്കി മുറിക്കാല്ലേണ ഇല്ലല്ലേ? പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. ഭയങ്കര കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കട്ടിയാണ് താനല്ല അളിയാ, പറഞ്ഞില്ലേ ലോകത്ത് ഏറ്റവും വലിയ മുട്ടയാണത് അല്ലേ? സെല്ലല്ലേ നടക്കത്തുള്ളൂ ഇത്. പതുക്കെ മുറിക്കാം. ചെറിയ കാര്യമൊന്നുമല്ല, ബെഡാ പരിപാടിയല്ലേ? പിന്നെ അടിപൊളിയാണേ. ഇതുവരെ അതിന്റെ കട്ടി പോയിട്ടില്ലല്ലേ? നല്ല കട്ടി, സ്ട്രോങ് മുട്ട കേട്ടാ, സ്ട്രോങ് മുട്ട. നല്ല ഇതായിട്ടുണ്ടല്ലേ, നല്ല അടിപൊളി ഫ്രഷ് ഞണ്ട്. താണ്ടെ അതേപോലെ തന്നെ ഇതായി കാണുന്നത് എന്താ പറയാ? താണ്ടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട. അതേപോലെ തന്നെ താണ്ടെ യമുവിന്റെ മുട്ട. താണ്ടെ ഇത് പിന്നെ പേരത്തരുത് ടിപ്പു സുൽത്താന്റെ അടുത്തുള്ള ആളും നമ്മളവിടെ ഉണ്ട് കേട്ടോ. ടിപ്പു അയ്യോ, ടിപ്പു സുൽത്താനൊക്കെ ആണെങ്കിൽ പണി കിട്ടും. അത് നമ്മൾ താണ്ടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ഒട്ടകപ്പക്ഷിയുടെ മുട്ട. നമ്മൾക്കത് പാചകം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏതാണ്ട് കടലിന്റെ തീരത്തിരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് അല്ലേ അളിയാ പൊളിക്കാം. അടിപൊളിയല്ലേ അളിയാ? പിന്നെ അല്ലാതെ പൊളിക്കല്ലേ നമ്മൾ. വാ അല്ല ഓക്കെ അല്ലേ? അടുത്ത
മീൻ കൂടി കിട്ടിയ അടിപൊളിയായിരിക്കും. ജീവനുണ്ടോ? ഇട് 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 അണ്ണാ ഉണ്ടെങ്കിൽ എറി. കിണ്ണ ചൂണ്ടെല്ലാം ഇവിടെ പോണ്ട് വെറുതെ എറിയാ. രാഗി എടുത്ത് വെച്ചാൽ രാഗി ഇരിക്കുന്നത് കിണ്ണ ഇരിപ്പുണ്ട്. സിക്കെടുത്തുണ്ടാവും പോയി. അതെ, അല്ലേലും നമുക്ക് അങ്ങോട്ട് കിട്ടിയ സെറ്റാ. 2 മില്യൺ അടിച്ച വീഡിയോ ഇവിടെ പൊണ്ണിനകത്ത് മീൻ പിടിച്ച് കയറ്റുന്നത്. പരവൂര് പൊഴിക്കര. നമ്മള് ചെറിയ മീനെ പിടിക്കുന്നത് ഇവിടെ കുഴപ്പമില്ല. എന്നാലും നീ അങ്ങനല്ല, പിടിച്ചെടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയ തെറ്റല്ലേ, അടിപൊളിയാ. പച്ചക്ക് പിടിച്ച് സവാള വലിയ രീതിയിലാട്ടായിരുന്നു. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെ ഉറക്കാൻ കിട്ടാ. വെച്ചാലും സെറ്റാണ്.